ISL ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായി. ഇന്നലെ ഇന്റർകാശിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ISL ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായത്. ഇന്നലെ മാത്രം 4 മത്സരങ്ങളാണ് ISL നടന്നത്. 4 വേദികളിലായി 8 ടീമുകൾ പങ്കെടുത്ത മത്സരം. 5 ടീമുകൾക്ക് കിരീട സാധ്യതയുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം വെല്ലുവിളികൾ മറികടന്നാണ് ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായത്. ഈസ്റ്റ് ബംഗാളിനെ കൂടാതെ മോഹൻ ബഗാൻ, പഞ്ചാബ് FC, മുംബൈ സിറ്റി, ജംഷഡ്പൂർ എന്നിവർക്കെല്ലാം കിരീട സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ ഫലത്തെ ആശ്രയിച്ചായിരുന്നു എല്ലാവരുടെയും കിരീട സാധ്യത നിലനിന്നിരുന്നത്. ജയിച്ചാൽ മാത്രം മതിയായിരുന്നു ഈസ്റ്റ് ബംഗാളിനെ കിരീടത്തിലേക്ക് എത്താൻ. അല്ലെങ്കിൽ മോഹൻ ബഗാൻ വലിയ ഗോൾ മാർജിനിൽ വിജയിക്കുകയും ഈസ്റ്റ് ബംഗാൾ തോൽക്കുകയും ചെയ്യണമായിരുന്നു. എന്നാൽ ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഇന്റർകാശിയെ 2-1 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായി. മറ്റു മത്സരങ്ങളിൽ മോഹൻ ബഗാൻ 2-1 ഡൽഹിയെ തോൽപ്പിച്ചപ്പോൾ ജംഷഡ്പൂരും ഒഡീഷ FC ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. പഞ്ചാബും മുംബൈ സിറ്റിയും തമ്മിൽ നടന്ന മത്സരത്തിൽ 2-0 മുംബൈ സിറ്റി ജയിക്കുകയും ചെയ്തു. 13 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റോടുകൂടിയാണ് ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായത്. മോഹൻ ബഗാനും 26 പോയിന്റ് ഉണ്ടെങ്കിലും മികച്ച ഗോൾ വ്യത്യാസമാണ് ഈസ്റ്റ് ബംഗാളിന് തുണയായത്. മുംബൈ സിറ്റി 25, ബംഗളൂരു 23, പഞ്ചാബ് 22, ജംഷഡ്പൂർ 22, ഗോവ 20 എന്നിങ്ങനെയാണ് ആദ്യത്തെ 7 സ്ഥാനങ്ങളിലുള്ള ടീമുകളുടെ പോയിന്റ് നില. കേരള ബ്ലാസ്റ്റേഴ്സ് 17, നോർത്ത് ഈസ്റ്റ് 16, ഇന്റർകാശി 13, ഡൽഹി 11, ഒഡീഷ 11, ചെന്നൈയിൻ 9, മുഹമ്മദൻ 3 എന്നിങ്ങനെ മറ്റുള്ളവരുടെ പോയിന്റ് നില. മുഹമ്മദൻ റിലഗേഷൻ സോണിലേക്ക് പോവുകയും ചെയ്തു. ഇന്നലെ കളിയുടെ 14ാമത്തെ മിനിറ്റിൽ ആൽഫ്രഡ് പ്ലാനസിലൂടെ ഇന്റർകാശിയാണ് ആദ്യം മുന്നിലെത്തുന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് ഈസ്റ്റ് ബംഗാൾ വിജയം പിടിച്ചെടുത്തത്. 49ാമത്തെ മിനിറ്റിൽ യൂസഫ് യസജാരിയുടെ ഗോളിലൂടെയും 72ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് റാഷിദിന്റെ ഗോളിലൂടെയുമാണ് ഈസ്റ്റ് ബംഗാൾ വിജയം നേടിയത്.